നമസ്കാരം. കേരള പോലീസിന്റെ അതീവ സുരക്ഷിതമായ ആഭ്യന്തര ഫയൽ നീക്ക സോഫ്റ്റ്വെയറായ ഐആപ്സ് ഹാക്ക് ചെയ്യാനുള്ള വലിയ അട്ടിമറി ശ്രമം തകർത്ത് കേരള പോലീസിന്റെ സൈബർ കരുത്ത്. സംസ്ഥാന പോലീസിന്റെ ആസ്ഥാനം മുതൽ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകൾ വരെയുള്ള എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും കേസ് ഡയറികളും കൈകാര്യം ചെയ്യുന്ന ഈ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് കടന്നുകയറാൻ ഒന്നിലധികം തവണ സൈബർ ആക്രമണം നടന്നു എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം. ഇതേ തുടർന്ന് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി സെർവറുകൾ റീബൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ സംസ്ഥാനത്തെ പോലീസ് ഫയൽ നീക്കം മണിക്കൂറുകളോളം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളും അവരുടെ രഹസ്യ പാസ്വേഡുകളും വ്യാജമായി ഉപയോഗിച്ചാണ് സോഫ്റ്റ്വെയറിലേക്ക് അനധികൃതമായി കടന്നുകയറാൻ അജ്ഞാതർ ശ്രമം നടത്തിയത്. സൈബർ ലോകത്ത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നറിയപ്പെടുന്ന സാങ്കേതിക വിദ്യയിലൂടെയോ അല്ലെങ്കിൽ ഫിഷിംഗ് ലിങ്കുകൾ വഴിയോ ഉദ്യോഗസ്ഥരുടെ ലോഗിൻ വിവരങ്ങൾ ചോർത്തിയ ശേഷമാകാം ഈ നുഴഞ്ഞുകയറ്റ ശ്രമമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. സംസ്ഥാനത്തെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടുകൾ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഈ നീക്കം നടന്നത്. തുടർച്ചയായി തെറ്റായ പാസ്വേഡുകൾ ഉപയോഗിച്ച് വിവിധ IP അഡ്രസ്സുകളിൽ നിന്ന് സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ സൈബർ വിങ്ങിന്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സോഫ്റ്റ്വെയറിന്റെ സുരക്ഷാ ഫയർവാളുകൾ ഈ അസ്വാഭാവിക നീക്കത്തെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിച്ചതിനാൽ വലിയ തോതിലുള്ള ഡാറ്റ ചോർച്ച ഒഴിവാക്കാൻ സാധിച്ചു എന്നാണ് സൂചന. എങ്കിലും സുരക്ഷാ ഓഡിറ്റിംഗിന്റെ ഭാഗമായി സെർവറുകളുടെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഐആപ്സ് സോഫ്റ്റ്വെയർ പണിമുടക്കിയതോടെ FIR രജിസ്ട്രേഷൻ, നോട്ടീസ് അയക്കൽ, ക്രമസമാധാന വിഭാഗത്തിന്റെ അടിയന്തര സന്ദേശങ്ങൾ കൈമാറൽ എന്നിവയുൾപ്പെടെയുള്ള ദൈനംദിന സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ മണിക്കൂറുകളോളം സ്തംഭിച്ചു. DGP ഓഫീസിൽ നിന്നുള്ള പ്രധാന ഉത്തരവുകൾ പോലും താഴെത്തട്ടിലേക്ക് യഥാസമയം എത്തിക്കാൻ കഴിഞ്ഞില്ല. പല സ്റ്റേഷനുകളിലും അടിയന്തരമായി കൈകാര്യം ചെയ്യേണ്ട ഫയലുകൾ പരമ്പരാഗത രീതിയിൽ മാനുവലായി എഴുതി തയ്യാറാക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വിവരങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ, VIP-കളുടെ സുരക്ഷാ വിവരങ്ങൾ, ഗുണ്ടകൾക്കെതിരെയുള്ള അതീവ രഹസ്യ നീക്കങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഡേറ്റാബേസ് ആണ് ഐആപ്സ്. അതിനാൽ തന്നെ ഈ സോഫ്റ്റ്വെയറിന് നേരെ ഉണ്ടായ കടന്നുകയറ്റ ശ്രമത്തെ അതീവ ഗൗരവത്തോടെയാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. പോലീസിന്റെ ഔദ്യോഗികമായ രഹസ്യം ചോർത്താൻ ഏതെങ്കിലും രാജ്യാന്തര ഹാക്കിംഗ് ഗ്രൂപ്പുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യവും സൈബർ സുരക്ഷാ വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും സൈബർ ആസ്ഥാനത്ത് നിന്ന് അടിയന്തര സുരക്ഷാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. എല്ലാ ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഐആപ്സ് ലോഗിൻ പാസ്വേഡുകൾ അടിയന്തരമായി മാറ്റണമെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള 2 ഫാക്ടർ ഓതന്റിക്കേഷൻ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു.